ഹലോ കുഞ്ഞു. ഹായ്. എന്താണ് പരിപാടി? ഞാൻ ഇന്നൊരു സംഭവം ഉണ്ടാക്കാൻ പോവാണ്. എന്താണ് ഉണ്ടാക്കാൻ പോണേ? നമുക്കത് ഗിഫ്റ്റ് ബോക്സ് ആയിട്ടും യൂസ് ചെയ്യാം, ഓർഗനൈസർ ബോക്സ് ആയിട്ടും യൂസ് ചെയ്യാം. ആണോ? അപ്പൊ ഇവിടെ കുറെ ഐറ്റംസ് ഇങ്ങനെ കുഞ്ഞൻ നിരത്തി വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് കുഞ്ഞു അതൊക്കെ പറഞ്ഞു കൊടുക്ക്. ഇത് പേസ്റ്റൽ ബ്രഷ് പെൻസ്, പിന്നെ ഇത് കവായ് സ്റ്റിക്കേഴ്സ്, പിന്നെ ഇത് സ്കെയില്, ഇത് കത്രിക, പെൻസില്, പേന, ഇത് മെയിൻ A4 ഷീറ്റ്. ഒറ്റൊരു A4 ഷീറ്റ് കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഒറ്റൊരു A4 ഷീറ്റ് കൊണ്ട്. അപ്പൊ ഇവിടെ ഓൾറെഡി കുഞ്ഞു ഒരെണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് അപ്പൊ ഒരെണ്ണം കൂടി ഉണ്ടാക്കാന്ന് വിചാരിച്ചു അല്ലെ. സിമ്പിൾ ആണ്, അതുകൊണ്ടാണല്ലേ. അപ്പൊ ഇതുപോലെ കുഞ്ഞിനൊരു ഓർഗനൈസർ ബോക്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി അതുപോലെ തന്നെ കുഞ്ഞൻ ഒരെണ്ണം കൂടി ഇതിന്റെ പിങ്ക് ആണ് ഇനി കുഞ്ഞുണ്ടാക്കാൻ പോണത്. അപ്പൊ ഉണ്ടാക്കല്ലേ? ഉണ്ടാക്കാം. അപ്പൊ PK സിസ്റ്റേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കേ. കുഞ്ഞിന്റെ ഇവിടെ ഗ്രിഡ് ലൈൻസ് വരച്ചോണ്ടിരിക്കുകയാണ്. മറ്റേത് ബ്ലൂ കളർ ആയിരുന്നു, ഇത് പിങ്ക് കളറിലാണ് നമ്മള് ഗ്രിഡ് ലൈൻസ് വരയ്ക്കാൻ പോണത്. നമ്മൾ കുറച്ച് നാളായില്ലേ കുഞ്ഞ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട്? കുറച്ച് നാളായി. അപ്പൊ കുഞ്ഞിന്റെ ഒരു ക്രാഫ്റ്റ് വീഡിയോ തന്നെ ആവട്ടെ അല്ലേ? അടിപൊളി. അങ്ങനെ കഴിഞ്ഞു കേട്ടോ. അപ്പൊ കുഞ്ഞിന്റെ ആദ്യത്തെ വരകളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മള് ഇങ്ങനെ മറ്റേ രീതിക്ക് കൂടി വരയ്ക്കും അല്ലേ? ഞാൻ മറ്റേ രീതിക്ക് കൂടി വരയ്ക്കും. അതൊന്ന് കാണിച്ചു കൊടുത്തേ. അത് കേട്ടെ. ഇങ്ങനെയാണ് അടുത്തതായിട്ട് അവള് വരയ്ക്കാൻ പോണേ. അപ്പൊ ഇനി ഈ A4 ഷീറ്റ് ഫുള്ള് അങ്ങനെ വരയ്ക്കും. ഇവിടെ ഫുള്ള് ഇങ്ങനെ വരച്ച് ഇവിടെ വരക്കണം. ഓക്കെ. അപ്പൊ വരച്ചു കഴിഞ്ഞിട്ട് കാണാം. കുഞ്ഞു, നമ്മൾ നേരത്തെ ഐറ്റംസ് പറഞ്ഞപ്പോ ഒരു ഐറ്റം വിട്ടുപോയില്ലേ? എന്താണത്? ഗ്ലൂ. അപ്പൊ ഗ്ലൂ ഉണ്ടെങ്കിലാണ് നമുക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇപ്പൊ നമ്മൾ ചെയ്തത് എന്തൊക്കെയാ കുഞ്ഞാ? ഇപ്പൊ നമ്മൾ ഗ്രിഡ് വരച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ചെയ്തത് 4 സെന്റിമീറ്റർ വീതി, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 4 സെന്റിമീറ്റർ വീതിയില് നമ്മൾ ഇതുപോലെ ബോർഡർ വരച്ചു കൊടുത്തു അല്ലേ? ഇനി എന്താ ചെയ്യാൻ പോണേ? ഇനി നമ്മൾ ചെയ്യാൻ പോണെന്ന് പറയണത്, ഈ വര കണ്ടില്ലേ, ഈ വര വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കണം. ആ ലൈനിന്റെ ആ ഒരു വരയുടെ ഭാഗത്ത് നമ്മൾ മടക്കണം, നന്നായിട്ട് മടക്കി കൊടുക്കണം. ഓക്കെ. ഇങ്ങനെ കിട്ടും. ഇങ്ങനെ വെക്കും. അത് കഴിഞ്ഞിട്ട് നമ്മള് ഈ ഒരു വര കണ്ടോ, ആ ലൈനിലോട്ടേക്ക് ഈ ഒരു സംഭവം കറക്റ്റ് ആയിട്ട് ആറി പോവാണ്ട് മടക്കി കൊടുക്കണം. ഓക്കെ. അപ്പോ നമ്മളിപ്പോ എന്താ ചെയ്ത, ഇത് ആദ്യം മടക്കി, എന്നിട്ട് ഈ മടക്കിയത് നമ്മൾ ഈ ലൈനിന്റെ അവിടെ വരെ മടക്കി അല്ലേ? ഇനി അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ നമ്മള് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങോട്ട് മടക്കണം. ഓക്കെ. അപ്പൊ ഇനി മടക്കിയിട്ട് കാണാം. ഓക്കെ. അങ്ങനെ ഗൈസ്, നമ്മൾ ഇത് മടക്കി. ഇനി നമ്മൾക്ക് ഇവിടെ മടക്കാളെ, ഇനി നമ്മള് ഇവിടെ നിന്ന് ഇങ്ങനെ മടക്കണം. ഓക്കെ. അപ്പൊ നമുക്ക് ഈ 2 സൈഡും നമ്മൾ മടക്കി, അതുപോലെ ഈ സൈഡും നമ്മൾ മടക്കണം അല്ലേ? ഇപ്പുറത്തെ സൈഡും മടക്കണം. ഓക്കെ. മടക്കിക്കോളൂ. കുഞ്ഞാ, ഫുൾ മടക്കിയില്ല നമ്മള്? ഫുള്ളും നമ്മള് മടക്കി. ഫുൾ മടക്കി. ഇനി എന്താ ചെയ്യാൻ പോണേ? ഇനി നമ്മള് കത്രിക വെച്ചിട്ട്, എന്താണ് കത്രിക വെച്ചിട്ട് നമ്മള് ഇവിടം കട്ട് ചെയ്യണം, ഇവിടെ കട്ട് ചെയ്യണം, ഇവിടെ കട്ട് ചെയ്യണം, ഇവിടെ കട്ട് ചെയ്യണം. ഇതുപോലെ തന്നെ അപ്പുറത്തും ഇങ്ങനെ തന്നെ കട്ട് ചെയ്യണം. അതായത് ഈ കാണുന്ന ഓരോ സ്ക്വയറുകളും നമ്മൾ കട്ട് ചെയ്യണം. സ്ക്വയറുകൾ ഫുള്ളായിട്ടല്ല, ഈ വര മാത്രം അല്ലേ? ഇവിടം വരെ. ഓക്കെ. അതായത് ഇവിടം വരെ നമ്മള് ഈ വരയെക്കോടെ തന്നെ കട്ട് ചെയ്യും. എല്ലാം ഈ വരകളൊക്കെ കട്ട് ചെയ്തോളൂ.
അങ്ങനെ കുഞ്ഞെന്താ എല്ലാ വരെയും കട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. യെസ്. ഇനി ഇതുപോലെ തന്നെ കട്ട് ചെയ്യണം കേട്ടോ. ഇതുപോലെ തന്നെ നമ്മള് അപ്പുറത്തും ഈ ഒരു ഇതും കട്ട് ചെയ്യും. നമ്മളിപ്പോ ഈ ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞു കണ്ടോ. ഓക്കെ, ഇനിയിപ്പോ അതേപോലെ തന്നെ നമ്മൾ അപ്പുറത്തെ ഭാഗവും കട്ട് ചെയ്യും. പശ തേച്ചു, ഇനി ഒട്ടിച്ചോളൂ. ഒരു സൈഡ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി അങ്ങനെ നമ്മള് ഈ സൈഡ് സെറ്റ് ആക്കും, ഈ സൈഡ് സെറ്റ് ആക്കും. അപ്പൊ സെറ്റ് ആക്കിയിട്ട് നമുക്ക് കാണാം. ഓക്കേ, അങ്ങനെ നമ്മൾ ഒരു 2 സൈഡ് നമ്മൾ ഒട്ടിച്ചു. ഇനി നമുക്ക് ഈ സൈഡും കൂടിയാണ് ഒട്ടിക്കാനുള്ളത്. അതിനെ എങ്ങനെ ഒട്ടിക്കുക? ഇവിടെ നമ്മൾ പശ തേച്ചിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് വരുത്തും. അപ്പോ ഈ ഭാഗം സെറ്റ് ആവും, അതുപോലെ ആ ഭാഗവും സെറ്റ് ആക്കും. അപ്പൊ സെറ്റ് ആക്കിക്കോളൂ. കുഞ്ഞാ, അങ്ങനെ നമ്മൾ ആ ബോക്സ് അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യാൻ പോണേ? ഇനി നമ്മള് ഇവിടെ പശ തേക്കണം. ഇങ്ങനെ ആക്കണം. ഓക്കെ, അങ്ങനെ ഒട്ടിക്കണം. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡ് ഒട്ടിക്കണം. അപ്പൊ ഈ ബോക്സ് അടയ്ക്കാൻ ഉള്ള ഒരു സംഭവമാവും അല്ലെ. അപ്പൊ ബോക്സ് ഫുള്ളായിട്ട് അപ്പൊ ആ ഒരു പശ വെച്ച് ഒട്ടിക്കലും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബോക്സ് ഫുള്ളായിട്ട് സെറ്റ് ആവും. ബോക്സിനെ കുറച്ചുകൂടി ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മള് ക്യൂട്ട് ആക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ എന്ത് എടുത്തിട്ടുള്ളത്? സ്റ്റിക്കേഴ്സ്. അപ്പൊ അത് നമ്മൾ ഇവിടെ ഒട്ടിക്കും അല്ലേ. അപ്പൊ നമുക്ക് ഇനി ഇത് ക്ലോസ് ചെയ്യാനുള്ള ഐറ്റം നമുക്ക് ആദ്യം ഉണ്ടാക്കാം. അങ്ങനെ കുഞ്ഞാ നമ്മൾ ഫുള്ളായിട്ട് ഇത് ഉണ്ടാക്കി കഴിഞ്ഞു അല്ലേ? തുറന്ന് കാണിച്ചേ. ഓക്കെ, അപ്പോ നല്ലൊരു അടിപൊളി ഓർഗനൈസർ ബോക്സ്, അല്ലെങ്കിൽ നമുക്ക് ഗിഫ്റ്റ് ഒക്കെ ആർക്കെങ്കിലും ഒക്കെ ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ കൊടുക്കാൻ പറ്റിയ ഒരു ബോക്സ് ആയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഇത് ഡെക്കറേറ്റ് ചെയ്യാം. ഇൻട്രസ്റ്റിംഗ് പാർട്ട് അതാണ്, ഡെക്കറേറ്റിംഗ്. അപ്പോ കുഞ്ഞിന്റെ കയ്യിലുള്ള സ്റ്റിക്കറുകൾ വെച്ച് നമ്മൾ ഈ ബോക്സിനെ ഡെക്കറേറ്റ് ചെയ്യാൻ പോവാണ്. ഡെക്കറേറ്റ് ചെയ്തോളൂ. അപ്പോ ആദ്യം തന്നെ നമ്മൾ അവിടെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചു. കവായ് ഗേളിന്റെ പിറകിൽ ഒരു സ്ട്രോബെറി. നമുക്ക് ഇഷ്ടമുള്ള സ്റ്റിക്കർ ഇനിയിപ്പോ അതിന്റെ മുകളില് ഒട്ടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി അടിപൊളിയാവും. സ്ട്രോബെറി ഒട്ടിക്കാം. ഓക്കേ. അടുത്ത സ്ട്രോബെറി ഭംഗിയുണ്ട്. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് അത് നല്ല അടിപൊളിയാക്കാം. എന്തെങ്കിലും എഴുതുന്നുണ്ടോ? നമുക്ക് എഴുതണ്ടല്ലേ. അപ്പൊ ഇതില് നമുക്ക് എഴുതണ്ട, കുറച്ച് വെറൈറ്റി സ്റ്റിക്കർ ഒട്ടിക്കാം. ഇത് പിങ്ക് ആയോണ്ടാട്ടെ ഞാൻ റെഡ് കളറുള്ള സാധനങ്ങൾ എടുത്ത്. അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു. അങ്ങനെ നമ്മൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ ആദ്യം ഉണ്ടാക്കിയത്, മുന്നുണ്ടാക്കിയത്. ഇത് ഇപ്പൊ ഉണ്ടാക്കിയത്. തുറന്ന് കാണിച്ചു കൊടുക്കൂ. ഇപ്പുറത്തല്ലേ. ഓക്കെ, നമുക്ക് ഇതിൽ എന്തെങ്കിലും ഒക്കെ ഇട്ട് വെക്കാല്ലേ കുഞ്ഞാ? സ്റ്റിക്കേഴ്സോ അല്ലെങ്കിൽ നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം. ഗിഫ്റ്റ് ബോക്സ് ആയിട്ട് യൂസ് ചെയ്യാം. നമുക്ക് ഈ കമ്മല്, മാല അങ്ങനെ എന്തെങ്കിലും ഇട്ടൊക്കെയാലും പറ്റും.
അപ്പോ ഇന്നത്തെ അടിപൊളി ക്രാഫ്റ്റ് ആയിരുന്നു. Yes. നല്ല രസമുണ്ടല്ലേ കാണാൻ? ഓക്കെ, അപ്പൊ നമുക്ക് ഭയങ്കര ഇഷ്ടമായി. ക്യൂട്ട്, നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. പിന്നെ അവൻ കൂടെ ഒറ്റൊരു A4 ഷീറ്റ് മതി. ഒറ്റൊരു A4 ഷീറ്റ് മതി. സിമ്പിൾ ആണ് ഉണ്ടാക്കാൻ. സിമ്പിളും ആണ്. ഞാൻ മറ്റേ എക്കോ പോലെ. അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ, ഒരു കുഞ്ഞു വീഡിയോ. കളർ യൂസ് ചെയ്യാട്ടോ. ഇതിന് ഇഷ്ടമുള്ള കളർ വെച്ചിട്ട് എല്ലാം യൂസ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള കളർ വെച്ചിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കാം. അപ്പൊ ഇന്നത്തെ ഒരു കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു, ഒരു കുഞ്ഞൊരു ക്രാഫ്റ്റ്, കുഞ്ഞിന്റെ ഒരു അടിപൊളി ക്രാഫ്റ്റ് ആണ്. അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.